പ്രഗ്നന്റ് ലേഡീസിന്റെ തന്നെ നോക്കാം. കാരണം ഇപ്പൊ ഒരുപാട് പേർക്ക് ഫ്ലൂയിഡ് കുറയുന്ന കേസ് വരുന്നുണ്ട്, കൂടുന്നതും ഉണ്ട് കുറയുന്നതും ഉണ്ട്. അപ്പൊ കൂടുന്നതിന് ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്രതിവിധി ഒന്നും ഇല്ലല്ലോ, കെയർ ചെയ്താന്നല്ലാതെ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കൂട്ടാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പാർട്ട് ഫ്രം മെഡിക്കൽ സൈഡ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂട്ടാനായിട്ട് ഒരു പരിധിവരെ നമ്മുടെ ഫീറ്റൽ യൂറിൻ്റെ ഔട്ട്പുട്ടാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് നമ്മുടെ മെഡിക്കൽ തിയറി. എങ്കിലും തന്നെ അമ്മയുടെ ഹൈഡ്രേഷൻ, അതായത് അമ്മയുടെ ശരീരത്തിൽ ചെല്ലുന്ന ജലത്തിന് ഒരു പരിധിവരെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂട്ടാനുള്ള റോള് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ടും ഡയറ്റിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. ഫ്ലൂയിഡ് കുറച്ച് കുറയുകയാണെങ്കിൽ കരിക്കിൻ വെള്ളം കുടിക്കാൻ. കരിക്കിൻ വെള്ളം എൻ്റെ ഒരു മെഡിക്കൽ എക്സ്പീരിയൻസിൽ എപ്പോഴും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അളവ് കൂട്ടാൻ ഉപകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഫ്രഷ് ജ്യൂസസ് എല്ലാം തന്നെയും ഡയബറ്റിക് ഒന്നും അല്ല എങ്കിൽ നമുക്ക് ഡയറ്റ് ഇത് റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഏത് തരം ഫ്രൂട്ട് ജ്യൂസ് അവർക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളത് പ്രോട്ടീൻ റിച്ച് ഫുഡ്. പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ധാന്യവർഗ്ഗങ്ങൾ, പയറ്, പരിപ്പ്, കടല, പിന്നെ ഫിഷ് മീറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ, മീനും മുട്ട ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ അത് എല്ലാ നട്ട്സും, നമ്മുടെ ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി, കശുവണ്ടി, ബദാം, പിസ്ത, വാൽനട്ട്, ഇങ്ങനെയുള്ള എല്ലാ നട്ടുകളും ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലൂയിഡ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. അതിനെല്ലാം പ്രോട്ടീൻ കണ്ടന്റുള്ളതാണ്. പിന്നെ നമ്മൾ ചിലപ്പം വെയിറ്റ് കുറവും തൂക്കം കുറവും വെള്ളക്കുറവും ഒക്കെ ഉള്ള അമ്മമാരോട് ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ പറയും. ന്യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടാണ് ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ആഹാരക്രമം, നമ്മൾ ഉപയോഗിക്കുന്ന ജലം, പിന്നീട് നമ്മുടെ പൊസിഷൻസ്, ഇതെല്ലാം പ്രാക്ടിക്കലി ഫ്ലൂയിഡ് കൂടാൻ അപ്പാർട്ട് ഫ്രം മെഡിക്കൽ ഡ്രഗ്സ് മരുന്നുകളും കൊടുക്കാറുണ്ട്. ഒരു പരിധിവരെ ഇതെല്ലാം തന്നെ ഹെൽപ്പ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മള് അമ്മമാരുടെ ഒരു മെയിൻ കൺസേൺ അല്ലെങ്കിൽ ഹൈലി കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞിന്റെ വെയിറ്റ്. അവസാനം ആകുമ്പോഴേക്കും എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും. വെയിറ്റ് കൂടിപ്പോയ പ്രശ്നമാണ്, എന്നാൽ കുറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യം. അപ്പൊ നമുക്ക് ബേബി വെയിറ്റ് കൂട്ടാനായിട്ട് എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്? ശരിക്കും പറയാൻ ഞാനിപ്പോ ഈ ഫ്ലൂയിഡിന് വേണ്ടി പറഞ്ഞ അതേ ഡയറ്റ് തന്നെയാണ് തൂക്കം കൂടാനും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്കൊരു കസ്റ്റമൈസ്ഡ് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഒരു ചാർട്ട് ഉണ്ട്, ഒബ്സ്റ്റട്രീഷ്യൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അതായത് ഇപ്പോൾ ഏഷ്യൻ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് പ്രൊഫൈൽ ആയിരിക്കണം എന്നില്ല വേറൊരു യൂറോപ്യൻ പോപ്പുലേഷനിലെ ബേബി. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന് അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റാൻഡേർഡ്സിന് ആനുപാതികമായി വേണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൂക്കം. അപ്പോൾ ഓരോ ആഴ്ചയ്ക്കും 28 ആഴ്ച തൊട്ട് നമുക്കൊരു ഗ്രോത്ത് പ്രൊഫൈൽ ചാർട്ട്, ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ചാർട്ട് ചെയ്യും. അതായത് 10 സെൻറ്റൈലിനും 90 സെൻറ്റൈലിനും ഇടയ്ക്കാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് കിടക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 10th സെൻറ്റൈലാകുമ്പോൾ അത് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. അതിലും പ്രത്യേകിച്ച് ലെസ് ദാൻ 3rd സെൻറ്റൈലാകുവാണെങ്കിൽ അത് നല്ല ഗ്രോത്ത് റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഇത്തരം ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു പരിധിവരെ ഫുഡിൻ്റെ അളവ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ ഫുഡ്സ്, നമ്മുടെ പയർ, പരിപ്പ്, കടല, ഫിഷ് മീറ്റ്, എഗ്, നട്ട്സ്, പാല്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമുക്ക് ഗ്രോത്ത് കൂടാനും ഫ്ലൂയിഡ് കൂടാനും ഉപകരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റ് ഇൻ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, നമ്മുടെ ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കുമ്പോൾ യൂട്രസിൽ നിന്ന് ഉള്ള ബ്ലഡ് ഫ്ലോ, അതായത് കുഞ്ഞിലേക്ക് പോകുന്ന രക്തയോട്ടത്തിൻ്റെ ഒരു സ്പീഡ് കൂട്ടാനും അളവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ കൊടുക്കുന്ന മരുന്നുകളുണ്ട്. ആസ്പിരിൻ ഗുളിക ന്യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. അതായത് ഈ ഗ്രോത്ത് കുറവുണ്ടാക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം അമ്മയ്ക്ക് പ്രഷർ ഉണ്ടെങ്കിൽ, നേരത്തെയുള്ള പ്രഷറാകാം, അല്ല ആ സമയത്ത് വരുന്ന പ്രഷറാകാം, അല്ലെങ്കിൽ അവർക്ക് APLA സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ശരീരത്തെ സ്വന്തമായി രക്തം കട്ടപിടിക്കുന്ന ചില കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചില കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, ഇങ്ങനെ ചില മെഡിക്കൽ റീനൽ ഡിസീസ്, ചില പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്കും, അല്ലെങ്കിൽ നേരത്തെ തന്നെ, അതായത് പ്രമേഹം പ്രഗ്നൻസിക്ക് മുമ്പേ കാണുക, ഓവേർച്ച് ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ ചില മെഡിക്കൽ കണ്ടീഷൻസ് കോഎക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് കുറയും. എല്ലാ ഗ്രോത്ത് കുറവും പ്രശ്നമുള്ളതല്ല. കാരണം ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി സ്മോൾ ബിൽഡ് ബേബി, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പോപ്പുലേഷൻ ഒരു പ്രത്യേക തരം ബേബി വെയിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം അമ്മയ്ക്കും അച്ഛനും കോൺസ്റ്റിറ്റ്യൂഷണലി അത്ര ബിഗ് വെയിറ്റ് അല്ല എങ്കിൽ ഈ ബേബിക്ക് കിട്ടുന്ന ഈ സ്മോൾ 4 ബേബിന് നമ്മൾ തരുന്ന ബേബി ആ ബേബിയുടെ ഒപ്റ്റിമം വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ ചില പേഷ്യൻസ് ലാർജ് 4 ബേബി, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലി ബിഗ് വെയിറ്റ് പേരൻസ് ആണെങ്കിൽ LGA ബേബീസ് കിട്ടാം, ലാർജ് 4 ഏജ് ബേബീസ് എന്ന് പറയും. ഏറ്റവും നല്ലത് AGA, അപ്രോപ്രിയേറ്റ് ഫോർ ദ ഡേ ബേബീസ് ആണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് സ്മോൾ ബേബീസും വരാം, ലാർജ് ബേബീസും വരാം. ഏതായാലും നമ്മൾ ശ്രദ്ധാപൂർവ്വം ആ പ്രഗ്നൻസി കൊണ്ടുപോകും. മുഖത്ത് നോക്കാത്ത ഡോക്ടർ